എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ LDCനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോവാണ്. അതായത് വളരെ റെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് ഇപ്പോൾ PSCൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോർഷൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, ബാക്കി ചില പോർഷൻസ് ഭയങ്കര ടൈറ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പോർഷൻസിന് ഭയങ്കര ടൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിനുള്ള വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രസതന്ത്രത്തെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ത്രിക നിയമം ആവിഷ്കരിച്ചത് ആരാ? ത്രിക നിയമം ആവിഷ്കരിച്ചത് ഡൊബറൈൻഡർ ആണ്. 1C ഡൊബറൈൻഡർ ആണ്. ത്രിക നിയമം ഡൊബറൈൻഡർ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിർവീര്യ ഓക്സൈഡിന് ഉദാഹരണം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിർവീര്യ ഓക്സൈഡിന് ഉദാഹരണമാണ് ഇത് കാർബൺ മോണോക്സൈഡ്. അപ്പം വേറെ ഓപ്ഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല. നിർവീര്യ ഓക്സൈഡിന് ഉദാഹരണം, നിർവീര്യ ഓക്സൈഡിന് ഉദാഹരണമാണെന്ത്? കാർബൺ മോണോക്സൈഡ്. CO ഒരു നിർവീര്യ ഓക്സൈഡിന് ഉദാഹരണമാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതൊക്കെയാണ്? ലൂയിസ് ആസിഡ് ഓപ്ഷൻസിൽ BF3 തന്നിട്ടുണ്ട്, NH3 തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്, AlCl3, OH- CO3+. ഇതിനകത്ത് ലൂയിസ് ആസിഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ലൂയിസ് ആസിഡ് അല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ C253 ആണ്. അതായത് ഏതാണ്? അമോണിയ. NH3 എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണ്. അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണ്. അപ്പോൾ NH3 എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണ്. അതുപോലെ OH- ഒരു ലൂയിസ് ബേസ് ആണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ജലം ഒരു ലൂയിസ് ബേസ് ആണ്. അപ്പം H2O, NH3, OH- ഓക്കെ, കാർബൺ മോണോക്സൈഡ്, H-, F- ഒക്കെ എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണ്. ഇതിൽ തന്നിരിക്കുന്ന BF3 എന്ന് പറഞ്ഞാൽ എന്താ? ബോറോൺ ട്രൈ ഫ്ലൂറൈഡ്. BF3 അതുപോലെ തന്നെ AlCl3 അലുമിനിയം ക്ലോറൈഡും പിന്നെ എന്താണ്? കൊബാൾട്ട് അയൺ CO3+. ഒക്കെ എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, BF3യും AlCl3യും CO3+ ഒക്കെ എന്താണ്? ഒരു ലൂയിസ് ആസിഡ് ആണ്. ജലം ഒരു ലൂയിസ് ബേസിന് എക്സാമ്പിളാണ്. NH3യും അതുപോലെ തന്നെ ജലവും കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ OH- H- ഒക്കെ എന്താണ്? ഒരു ലൂയിസ് ബേസ് ആണ്. ലൂയിസ് ആസിഡ് വേണ്ടവർ എഴുതി വെക്കുക. BF3, AlCl3, CO+, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലൂയിസ് ആസിഡ് ആണ് കേട്ടോ. CO2, SO3, H+, K+, Mg2+, Fe3+, ഒക്കെ എന്താണ്? ഒരു ലൂയിസ് ആസിഡ് ആണ്. BF3, AlCl3, CO+, കാർബൺ മോണോക്സൈഡ്, SO3, H+, K+, Mg2+, Fe3+, ഒക്കെ എന്താണ്? ഒരു ലൂയിസ് ആസിഡ് ആണ്. ജലം ഒരു ലൂയിസ് ബേസ് ആണ്. അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി താഴെ തന്നിരിക്കുന്നതിൽ അമ്ലശക്തി കൂടുതൽ എന്തിനാണ്? HIക്കാണ് കേട്ടോ. ഓപ്ഷൻ D HIക്കാണ്. അമ്ലശക്തി കൂടുതൽ എന്തിനാണ്? HI, അതായത് ഹൈഡ്രോ അയോഡിക് ആസിഡാണ് അമ്ലശക്തി കൂടുതലുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഓക്സീകരണവുമായി ബന്ധമുള്ളത് ഏതൊക്കെ? നമുക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഓക്സീകരണവുമായി ബന്ധമുള്ളതാണ്. ഏത് ഇനം വർഗത്തിനും ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. അതായത് ഓക്സീകരണം സംഭവിക്കുന്ന സമയത്ത് ഏതിനം അല്ലെങ്കിൽ ഏത് വർഗത്തിനും എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ശരിയാണ്. ഓക്സീകരണം നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയാണ്. ഓക്സിജൻ മൂലകം ഒരു പദാർത്ഥത്തോട് ചേർക്കുന്നതാണ്. ശരിയാണ്. ഓക്സിജൻ മൂലകം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒരു പദാർത്ഥത്തോട് ചേർക്കുന്നതാണ് ഓക്സീകരണം എന്ന് പറഞ്ഞാൽ. പദാർത്ഥത്തിലെ മൂലകത്തിൻ്റെ ഓക്സീകരണ സംഖ്യയിൽ വർധനമുണ്ടാകുന്നത്. പദാർത്ഥത്തിലെ മൂലകത്തിൻ്റെ ഓക്സീകരണ സംഖ്യയിലെ വർധനമുണ്ടാകുന്നത് അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വർഗത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അതായത് ഒരു ഓക്സിജൻ എന്ത് ചെയ്യാണ്? ഓക്സിജൻ മൂലകം ഒരു പദാർത്ഥത്തോട് ചേരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓക്സീകരണ സംഖ്യയിൽ വർധനമുണ്ടാകുന്നു. ഓപ്ഷൻസ് എല്ലാം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ D ഇവയെല്ലാമാണ് ശരി. ഇനി കാർബണിൻ്റെ വിവിധ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെക്കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. വജ്രം ഉയർന്ന താപചാലകത കാണിക്കുന്നു. വജ്രത്തിന് ഉയർന്ന താപചാലകത ഉണ്ട്, അത് ശരിയാണ്. ഡ്രൈ സെല്ലിൻ്റെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു, അതും ശരിയാണ്. പഞ്ചഭുജാകൃതിയും ഷഡ്ഭുജാകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറിൻ. അതും എന്താണ്? ശരിയാണ്. പഞ്ചഭുജാകൃതിയും ഷഡ്ഭുജാകൃതിയുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറിൻ എന്നുള്ളത് ശരിയാണ്. ഇനി നാലാമത്തത്, സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് വലുപ്പമുള്ള കാർബൺ രൂപാന്തരമാണ് ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബൺ രൂപാന്തരമാണ് ഗ്രഫീൻ. എല്ലാം ശരിയാണ്. അതായത് തെറ്റായ പ്രസ്താവന ഇല്ല.
വജ്രത്തിന് താപചാലകതയുണ്ട്. പഞ്ചഭുജ ഷഡ്ഭുജ ആകൃതിയിലുള്ളതാണ് ഫുള്ളറിൻ. ഡ്രൈസെല്ലിൻ്റെ ഇലക്ട്രോഡായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റീലിനേക്കാൾ 200 ഇരട്ടി മടങ്ങ് എന്തുണ്ട്? ബലമുള്ള കാർബൺ രൂപാന്തരമാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ? ശോഷാകാരം, രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, പെയിൻറ് നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അത് H2SO4 ആണ്. സൾഫ്യൂരിക് ആസിഡാണ് എന്ത് ചെയ്യുന്നത്? ശോഷാകാരമായിട്ടും രാസവള നിർമ്മാണത്തിനും പെട്രോളിയം ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന രാസവസ്തു. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്? 1, 2 ആൽക്കലി എർത്തും ആൽക്കലൈൻ എർത്ത് ഗ്രൂപ്പ്, ആൽക്കലി ഗ്രൂപ്പും ആൽക്കലൈൻ എർത്തും കാണപ്പെടുന്നതാണ്. അപ്പോൾ 1, 2 ഗ്രൂപ്പുകളിലാണ് എന്തുള്ളത്? നമ്മുടെ ലോഹ സ്വഭാവമുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. അത് കൂടുതൽ എന്താണ്? ലോഹ സ്വഭാവമാണ്. അതിന് അയോണീകരണ ഊർജ്ജം എന്താണ്? കുറവാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? കുറവാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണ്? തെറ്റാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? അത് വലത് ഭാഗത്ത് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം എസ് ബ്ലോക്ക് മൂലകം എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ്, അയോണീകരണ ഊർജ്ജം കുറവ്, ലോഹ സ്വഭാവം കൂടുതൽ. പിന്നെന്താ പറഞ്ഞത്? പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. നിങ്ങൾ ആ ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട. ഇതിനകത്ത് ഓപ്ഷൻ 8B ആണ് ശരി. പഠിച്ചു പോവുകയാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനാണ് കാർബോളിക് ആസിഡ്. കാർബോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? കാർബോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു അതാണ് ഫിനോൾ. കാർബോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ഫിനോളാണ്. ലോഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ശരിയാണോ? അതെ. സാധാരണ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. പൊട്ടാസ്യം, സോഡിയം എന്നീ ലോഹങ്ങൾ ക്രിയാശീലം വളരെ കൂടുതലാണ്. മൃദുലോഹങ്ങളാണ് പൊട്ടാസ്യം, സോഡിയം. അപ്പോൾ അതിനെന്താണ്? ക്രിയാശീലം കൂടുതലാണ്. അതും ശരിയാണ്. ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ക്രിയാശീലം കുറഞ്ഞു വരുന്നു. അതും എന്താണ്? ശരിയാണ്. ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു? ക്രിയാശീലം കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ക്രിയാശീലം കൂടുതലാണ് ഏത് ലോഹങ്ങൾക്ക്? സോഡിയം, പൊട്ടാസ്യത്തിന്. അതുപോലെ തന്നെ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ക്രിയാശീലം കുറഞ്ഞു വരുന്നു. ഇനി ചുവടെ പറഞ്ഞിരിക്കുന്ന ലോഹങ്ങളിൽ അവയുടെ അയിരുകളുമായിട്ട് ക്രമപ്പെടുത്തുക. അലുമിനിയത്തിൻ്റെ അയിരാണെന്ത്? ക്രയോലൈറ്റ് ആണോ? സിങ്ക്, കലാമിൻ. അയണിൻ്റെ ആണെന്ത്? ഹേമറ്റൈറ്റ്, അയൺ പൈറൈറ്റ് ഒക്കെ. അപ്പോൾ ക്രയോലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണെന്ന് ചോദിച്ചാൽ ഏതിൻ്റെയാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് എന്തിൻ്റെയാണ്? അലുമിനിയത്തിൻ്റെയാണ്. ഹേമറ്റൈറ്റ് എന്തിൻ്റെ? ഇരുമ്പിൻ്റെയാണ്. കലാമിൻ സിങ്കിൻ്റെയാണ്. ഒരു അർദ്ധ സെല്ലിൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ എന്ത് വിളിക്കുന്നു? ആനോഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോണാണെന്ത്? ആനോഡ്. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ്. ഏത് ലോഹത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത വിശ്ലേഷണ സെല്ലിലാണ് അതേ ലോഹത്തിൻ്റെ തന്നെ അശുദ്ധമായ ഇലക്ട്രോഡ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. അതായത് ഒരു ലോഹത്തിൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ല്, അതിനകത്ത് ആ ലോഹത്തിൻ്റെ തന്നെ അശുദ്ധമായിട്ടുള്ള ഒരു ഇലക്ട്രോഡ് നമ്മൾ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ് ആ ലോഹം എന്ന് ചോദിച്ചാൽ അത് കോപ്പറാണ്. ഏതാണ്? കോപ്പർ. കോപ്പറിൻ്റെ ശുദ്ധീകരണത്തിന് നമ്മൾ ആനോഡായിട്ട് എന്ത് ചെയ്യുന്നു? കോപ്പറിൻ്റെ അശുദ്ധമായിട്ടുള്ള ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നു. ഇനി മോൺസ് പ്രക്രിയ. കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യനാണ്. മോൺസ് പ്രക്രിയ. ഇത് PSC ബുള്ളറ്റിൽ നിന്നാണ് വന്നതെന്ന് ആലോചിക്കുക. മോൺസ് പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? നിക്കലാണ്. മോൺസ് പ്രക്രിയയിലൂടെ വേർതിരിച്ചിരിക്കുന്ന ലോഹം നിക്കലാണ്. നിക്കൽ. മോൺസ്, നിക്കൽ. വിവിധ സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. ശരിയായത്. എസ്സിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകളുള്ളും? 1s2 എന്നാണ് നമ്മൾ പറയുക അല്ലേ? 2 ഇലക്ട്രോൺ കൊള്ളും. പിയിലാണെങ്കിൽ 2p 6 ആണ്. അപ്പോൾ 6 കൊള്ളും. ശരിയാണ്. 3d 10 ആണ്. എഫിൽ എത്രയാണ്? 18 അല്ല. എത്രയാണ്? 14 ഇലക്ട്രോണുകളാണ് മാക്സിമം എഫ് സബ്ഷെല്ലിൽ കൊള്ളുക. അപ്പോൾ അത് തെറ്റാണ്. 1, 2, 3 ആണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം ഏതാ? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകമാണ് ആർഗൺ. ഏതാണ്? ഓപ്ഷൻ ഡി, ആർഗൺ ആണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ച വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. ഓപ്ഷൻ സി, ക്ലോറിൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ച വാതകമാണ് ക്ലോറിൻ. ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ജ്വലന നിരക്കാണ്. ഏതാണ്? നൈട്രജനാണ് അല്ലേ? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജനാണ്. എന്നാൽ ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്ന ആരാണ്? നൈട്രജനാണ്. ജ്വലന നിരക്ക് നൈട്രജൻ. താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം മാറ്റുന്നതിനുള്ള മാർഗങ്ങളിൽ പെടാത്തതേത്? കാൽഗൺ രീതി
ശരിയാണോ? കാൽഗൻ രീതി ഒരു കഠിനം, അതായത് സ്ഥിര കാഠിന്യം, ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണോ കാൽഗൻ രീതി? കാൽഗൻ രീതി എന്ന് പറയുന്ന സ്ഥിര കാഠിന്യം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. അയൺ വിനിമയ രീതി, അയൺ വിനിമയ രീതിയും ശരിയാണ്. പിന്നെ എന്താണ് കൃത്രിമ റെസിൻ രീതി? സി തെറ്റാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? കാൽഗൻ രീതി, അയൺ വിനിമയ രീതി, കൃത്രിമ റെസിൻ രീതിയൊക്കെ എന്താണ് ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്നതാണ്. കാൽഗൻ രീതി, അയൺ വിനിമയ രീതി, കൃത്രിമ റെസിൻ. കാൽഗൻ, അയൺ വിനിമയ രീതി, കൃത്രിമ റെസിൻ. ഓക്കെ. കാർബണിക ബെൻസീൻ എന്നറിയപ്പെടുന്ന സംയുക്തം. കാർബണിക ബെൻസീൻ, കാർബണിക ബെൻസീൻ എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ഓപ്ഷൻ സി ബോറസീൻ. ബോറസീനാണ് കാർബണിക ബെൻസീൻ എന്നറിയപ്പെടുന്ന എന്താണ്? ബോറസീനാണ്. കാർബണിക ബെൻസീൻ, ബോറസീൻ റെയർ ആയിട്ടുള്ള ഫാക്ടറാണ്, നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ സ്ഥിര കാഠിന്യം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? അയൺ വിനിമയ രീതി. എന്താണ്? അയൺ വിനിമയ രീതി ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? കൃത്രിമ റെസിൻ രീതി, കൃത്രിമ റെസിൻ രീതി ഉണ്ട്. പിന്നെ കാൽഗൻ രീതി. ഏതാണ്? കാൽഗൻ രീതി. അയൺ വിനിമയ രീതി, കൃത്രിമ റെസിൻ രീതി, കാൽഗൻ രീതി. നമ്മളിപ്പോൾ പറഞ്ഞതാ കാർബണിക ബെൻസീനാണ് ബോറസീൻ. കാർബണിക ബെൻസീൻ, ബോറസീൻ. അപ്പോൾ കേട്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ.